ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 10 മണിക്ക് ബസൂക്കയുടെ പ്രീ റിലീസ് ടീസർ വരും എന്നുള്ളത് അറിയാമായിരുന്നു. കാത്തിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാം, സ്കൂളൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും ഇപ്പോൾ ട്യൂഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനം ഇന്നാണ് ട്യൂഷൻ സെന്റർ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 11 മണി. ഇപ്പൊ ഞാൻ ചെയ്യാനിരിക്കുമ്പോൾ 11:14, 11:15 സമയം. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എന്തിനാടാ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്, ടീച്ചർ റിയാക്ഷൻ ചെയ്യടാ എന്നാണെങ്കിൽ നിങ്ങളോടല്ല, നമ്മൾ ആരോട് പറയാനാണ്. 1 മിനിറ്റ് 12 സെക്കൻഡ്, 1 മണിക്കൂറിൽ 98,673 വ്യൂ ആണ് ഇപ്പോൾ ഞാൻ കാണുമ്പോഴത്. അത് 835 9.8K ലൈക്ക്. റെഡി, കണ്ടു നോക്കാ. സൂപ്പർ സാധനം ആകണേ. നാളെ ടിക്കറ്റ് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ സോൺ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നിൽ ശത്രുക്കളെ കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കാം: നമ്മൾ തിരഞ്ഞെടുത്ത വഴിയും ദിശയും കൃത്യമാണ്. സൗണ്ട് എന്റെ മോനെ. അല്ല, ശരിക്കും നിങ്ങളാരാ? ഗ്രാബ് യുവർ ടിക്കറ്റ്സ് നൗ. ഓൾറെഡി അതൊക്കെ ഗ്രാബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അണ്ണാ. എന്താ സാധനല്ലേ ഇത്! കിടണം. ട്രെയിലറിന്റെയും ആദ്യം മുതൽ ടീച്ചറിന്റെയും മുകളിൽ പ്രീ റിലീസ് ടീച്ചർ എന്ന് പറയുന്നത് കിടിലൻ. ഇപ്പൊ തന്നിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം. ഇയാള് നമ്മൾ പറഞ്ഞില്ല, ഇയാൾക്ക് ഒരുപാട് നിഗുണ്ടങ്ങൾ ഒളിപ്പിച്ച മനുഷ്യനാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. ഇയാള് വരുന്നു, മറ്റേ ഗ്യാരേജിൽ പോകുന്നു. അപ്പൊ ഗ്യാരേജ് ആയിട്ട് ഫുൾ വന്നിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും അവിടുന്ന് വണ്ടി എടുക്കുന്നു, അവിടെ അങ്ങനെ പണിയുന്നു, പോകും. മറ്റേ റേഞ്ച് ഉണ്ടല്ലോ, പൈപ്പ് റേഞ്ച്, അതുമായിട്ട് നടന്നു വരുന്നു. അങ്ങനെ കുറെ സാധനങ്ങൾ, ഫുള്ള് ഗ്യാരേജ് പരിപാടികൾ, മറ്റേത് സ്ക്രൂ സ്ലാൻഡർ. ഇയാളെന്തത് അങ്ങനത്തെ വല്ല പണിക്കാരനാണോ എന്ന് വരെ ചില ആൾക്കാർ ഡൗട്ട് തോന്നിപ്പോയി. അതായത് വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുകയാണോ? ഇത് പുള്ളിയെന്നെ പറയാ, ഇത് പുലി ആണേയാറല്ലേ, നരി ആണേന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. ഈ എന്തായാലുള്ള തോക്കൊക്കെ വെച്ചിരിക്കുന്നത് ഭയങ്കര രസമായി. അപ്പൊ ഇയാള് പണി അറിയാവുന്ന ആരോ ആണ്, അണ്ടർഗ്രൗണ്ടിൽ ഒതുങ്ങി ജീവിക്കുകയാണ്. അയാളെ ഈ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ഈ ഒരു പോലീസ് ഓഫീസർ, നമ്മുടെ ഗൗതം വാസുദേവനോന്റെ ക്യാരക്ടർ, ഇയാളെ ഒന്നുകിൽ നിർബന്ധിച്ചൊരു പരിപാടിക്ക് വേണ്ടി കൊണ്ടുവരുന്നു, ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ പിന്നെ ഇയാൾ ഫോഴ്സിൽ മാത്രം അറിയുന്ന സ്പൈ ടൈപ്പ്, ഒരു സ്പൈ എന്നല്ല, പണ്ട് ആരെയൊന്നും ഫോഴ്സിലുള്ള ആളുകൾക്കോ അങ്ങനത്തെ ആളുകൾക്കോ മാത്രം ഇയാളുടെ റേഞ്ച് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അയാൾ അണ്ടർഗ്രൗണ്ടിലൂടെ പല കാര്യങ്ങളും ചെയ്യുന്നു, പോലീസിനും ഫോഴ്സിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഇങ്ങനെ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഹക്കീം ഷാജഹാന്റെ ക്യാരക്ടർ ചോദിക്കുന്ന പോലെ, നിങ്ങൾ സത്യത്തിൽ ആരാ ചോദിക്കുന്ന പോലെ, അതൊക്കെ മെല്ലെ മെല്ലെ റിവീൽ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരുന്ന പരിപാടിയാവും. ഉറപ്പാണ്, ഗൂസ് ബംസ് ഉറപ്പാണ്. പിന്നെ ഇത് കുറെ ക്യാരക്ടേഴ്സ് വരുന്നത് മുഖം മൂടി വെച്ചിട്ടും ഇങ്ങനെ വെച്ചിട്ടും കുറെ പബ്ബിലുള്ള കുറെ സംഭവങ്ങളും. ഇത് മാരക പരിപാടി ചെയ്തിട്ടില്ല കേട്ടോ. എന്തുകൊണ്ട് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നില്ല? എനിക്കത് ഭയങ്കര ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. നല്ല പ്രൊമോഷൻ കൊടുത്ത് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പൊളിയായിട്ട് വരില്ലേ? സിനിമ എന്തായാലും നാളെ നമ്മൾ അറിയുള്ളൂ. എന്നിരുന്നാൽ പോലും നല്ല പ്രൊമോഷൻ കൊടുക്കണം. ഈ പടം പല ആളുകളും, ഇതിന്റെ കൂടുതലും പറയുന്നത്, പല ആളുകളും പറയാറുണ്ട്, നിങ്ങളൊക്കെ കൂടെ തള്ളി കയറ്റി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല ഹൈപ്പ് വരുമ്പോഴാണ് നല്ല കളക്ഷൻ വരുന്നത്. അതില്ലാത്താണ് മമ്മൂക്കേന്റെ പ്രശ്നം. മമ്മൂക്കയ്ക്ക് മമ്മൂട്ടി എന്നുള്ള ഒറ്റ പേരിലാണ് പടം വിറ്റ് കച്ചവടം ഇങ്ങോട്ട് വരുന്നത്. അതല്ലാതെ കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ വരുന്നത്. ഇപ്പോൾ എമ്പുരാൻ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എമ്പുരാൻ നെഗറ്റീവ് റിവ്യൂ അടക്കം വന്നിരുന്നു. എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ പടം. ഞാൻ ഇപ്പോഴും പറഞ്ഞത് തന്നെയാണ്, കാണാത്തവരുണ്ട് ഇപ്പോഴും പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അങ്ങനത്തെ സാധനം തന്നെയാണ്. ഈ ജംഗിൾ പൂളിയൊക്കെ ഇപ്പൊ അവരെ ഇറക്കി വിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലിറിക്കലൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്ട് എന്നത് ഭയങ്കര വൻ മേക്കിംഗ് ആണ്. പക്ഷെ ഇതൊക്കെ നെഗറ്റീവ് വന്നപ്പോൾ നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ വീണ്ടും വിവാദം ഉണ്ടായി, വീണ്ടും ഹൈപ്പ് കയറി. എന്തുകൊണ്ടാണ് ആദ്യത്തെ 3 ദിവസം ഇത്രയും വലിയ കളക്ഷൻ വന്നത്? ഇത്രയും ഹൈപ്പ് വന്നപ്പോൾ ആൾക്കാർ പോയി കണ്ടു. ഹൈപ്പ് ഇല്ലാതെ വരുന്ന എത്ര ലാലേട്ടൻ സിനിമകളുണ്ട്, അല്ലെങ്കിൽ എത്ര മറ്റ് സിനിമകളുണ്ട്. അത് ഹൈപ്പ് ഇല്ലെങ്കിൽ
ഒരു ആവറേജ് പെർഫോമൻസ് കാഴ്ച വെക്കുള്ളൂ. അപ്പൊ ഹൈപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ എന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, പക്ഷെ എന്നെക്കാൾ മികച്ചതായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അവരൊക്കെ കൊടുക്കുന്ന ഹൈപ്പൊക്കെ ഇതിന്റെ ഭാഗം തന്നെ. സോഷ്യൽ മീഡിയ കൊടുക്കുന്നത് ഭയങ്കര ഭാഗം തന്നെയാണ്. അവരെന്നെ പ്രൊമോഷൻ കൊടുക്കുന്ന അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ പ്രൊമോഷൻ കൊടുക്കുക, ഇതിനെ ഹൈപ്പ് കയറ്റി വെക്കുക എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം കാണരുത്. അത് പടത്തിന്റെ കളക്ഷനെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നിങ്ങൾ അംഗീകരിക്കുമല്ലോ എനിക്കറിയില്ല, പക്ഷെ എന്റെ വീഡിയോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് ഒരു സിനിമ അങ്ങനെ ആവുന്നതും ഞാൻ പറയുന്നില്ല. പക്ഷെ വലിയ വലിയ യൂട്യൂബേഴ്സ് അവരൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിനെ ബാധിക്കുന്നുണ്ട്. വലിയ സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്നത്, അതുകൊണ്ട് ഇവർ ഇന്റർവ്യൂ കൊടുക്കുന്നതും നാടായ നാട് മൊത്തം ഫ്ലൈറ്റ് എടുത്ത് പോയി കണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുക. ഇവർക്ക് അതൊന്നുമില്ലല്ലോ, അത് പ്രൊമോഷന്റെ ഭാഗമാണ്. പലപ്പോഴും സിനിമ ചെയ്യുമ്പോൾ തന്നെ പ്രൊമോഷനിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു എഗ്രിമെന്റ് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. നായികയാണെങ്കിലും നടന്മാരാണെങ്കിലും ഒക്കെ എഗ്രിമെന്റ് പോലും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് വെക്കുന്നത് പ്രൊമോഷൻ കൊടുക്കണം, എന്നാലേ പണം ആളുകൾക്ക് എത്തുള്ളൂ. എന്താണ് ഭയ? അപ്പൊ നിങ്ങളിത് ഹൈപ്പാണെന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ചവിട്ടി തത്തുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ ബസൂക്കയ്ക്ക് ആ പ്രൊമോഷന്റെ കുറവുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നാളെ എന്തായാലും സിനിമ കാണാനുള്ള വലിയൊരു കാരണം ഇപ്പൊ അതായി മാറിയിരിക്കുകയാണ്. കാരണം വൻ സാധനമായിട്ട് തോന്നുന്നത്. ഇത് കണ്ട ആളുകൾ തീർച്ചയായിട്ടും വേണോ വേണ്ടേ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നതിനാണ് തോന്നുന്നത്. 9 മണിക്കുള്ള ഷോ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിലമ്പൂർ ഫെയർലാൻഡിൽ അത് കിട്ടിയില്ല. യുവന്മാർ വെക്കാറില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈമിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഗാലക്സിയിലാണ് പൂക്കോട്ടും പാളം, അവിടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 4-5 ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പോകുന്നു, കാണുന്നു, എൻജോയ് ചെയ്യുന്നു. പടം എന്താവുന്നുള്ളതൊക്കെ നാളത്തെ കാര്യം. പക്ഷെ പോകാനുള്ള കാരണമായിട്ടുണ്ട്. പോകാൻ വളരെ ഉള്ളിൻ്റെ ചില കൺഫ്യൂഷൻസ് പോലും മാറിയിട്ട് വളരെ നല്ലൊരു മൈൻഡോട് കൂടിയാണ് ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഞാൻ ഇരിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് പ്രൊമോഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, പ്രൊമോഷൻസ് വേണം, കുറച്ചൊക്കെ ഹൈപ്പ് വേണം, അപ്പോഴാണ് ആ പടത്തിന് കളക്ഷൻ കൂടുന്നതെന്നാണ്. കളക്ഷനാണ് പറയുന്നത്. പക്ഷെ ഒരു പടത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഈ പൈസ ബിസിനസ് നോക്കുകയാണെങ്കിൽ കളക്ഷൻ ആണ്. പക്ഷെ പടത്തിന്റെ വിജയം അതല്ല, നല്ല സ്റ്റോറി നല്ല രീതിയിൽ മേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, 1700 ചില്ലാൻ കോടി കളക്ഷൻ കിട്ടിയിട്ടുള്ള പുഷ്പയും 2000 കോടി അല്ലെങ്കിൽ അതിന്റെ താഴത്ത് വന്നിട്ടുള്ള ബാഹുബലിയും ഒന്നാണോ? ഏതാണ് ബെറ്റർ? കളക്ഷൻ വൈസ് ആണെങ്കിൽ പുഷ്പയാവണം. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊന്നുകൂടി കാണാം.